എല്ലാവർക്കും PSC മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ലസാഗു ഉസാഖ എന്നുള്ള ടോപ്പിക്കിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, 4ാം ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ എടുത്തതിൽ നിന്ന് വ്യത്യസ്തമായ ചില ചോദ്യങ്ങൾ ലസാഗു ഉസാഖ എന്നിവയുമായി കണക്റ്റഡ് ആയിട്ടുള്ള പ്രധാനമായും അംശബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ചില ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യ മാതൃകകൾ നിങ്ങൾ ഓർമ്മയിൽ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഓരോ ചോദ്യത്തിനും, ഓരോ മാത്സിൻ്റെ ചോദ്യങ്ങളും സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ക്രിട്ടിക്കലായിട്ട് വരുന്ന 1-2 പോയിൻറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഒരു ചോദ്യം കണ്ടാൽ നമുക്ക് ആദ്യമേ തന്നെ ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് തരുന്ന ചില പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അത് ഓരോ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുക. കാരണം പലപ്പോഴും നമുക്ക് മാത്സിൻ്റെ ചോദ്യങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തുടക്കം കിട്ടാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് വ്യക്തമായി അറിയാത്തൊരു ചോദ്യം അതെങ്ങനെ അതിനെ സമീപിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്ത് തുടങ്ങണം എന്നുള്ള ആശയം വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഓരോ ചോദ്യത്തിനും നമ്മൾ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് ഓർമ്മിച്ചിരുന്നാൽ ആ ഒരു തുടക്കത്തിൽ നിന്ന് നമുക്കതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ ബാക്കിയുള്ളത് ചെയ്തു പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. 5:11 അംശബന്ധത്തിലുള്ള 2 സംഖ്യകളുടെ ഉസാഖ 7 ആണെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എത്ര? 2 സംഖ്യകളുടെ അംശബന്ധം 5:11 ആണെന്ന് പറയുന്നു, ഉസാഖ 7 ആണെന്നും പറയുന്നു. സംഖ്യകളുടെ വ്യത്യാസം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ റേഷ്യോയുമായി ബന്ധപ്പെട്ട് മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുക. അതായത് 2 സംഖ്യകളുടെ അംശബന്ധവും അവയുടെ ഉസാഖയും തന്നാൽ നമുക്ക് ആ അംശബന്ധത്തിലുള്ള സംഖ്യകളെ ഉസാഖയുമായി മൾട്ടിപ്ലൈ ചെയ്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഇതിൽ 5:11 എന്ന് തരുന്നു. അപ്പോൾ ഉസാഖ 7 ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യ 5 × 7 ചെയ്യുമ്പോൾ കിട്ടുന്ന 35-ഉം രണ്ടാമത്തെ സംഖ്യ 11 × 7 ചെയ്യുമ്പോൾ കിട്ടുന്ന 77-ഉം ആണ്. അപ്പോൾ നമുക്ക് അവയുടെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദ്യം. വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. 35, 77 തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 42 ആയിരിക്കും. 77 - 35 = 42. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചോദ്യം ഇപ്പം ഇത്രയും ചെയ്ത കാര്യം ചെയ്യാനായിട്ട് നമുക്കൊരു 10-30 സെക്കൻഡ് ധാരാളമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിലും പേപ്പറോ പേനയോ നമ്മൾ ഉപയോഗിക്കാതെ ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. സംഖ്യകളെ സൂചിപ്പിക്കുന്നത് 5ഉം 11ഉമാണ്. അപ്പോൾ അവയിൽ തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നത് 11ഉം 5ഉമായുള്ള വ്യത്യാസം 6 ആയിരിക്കും. ആ വ്യത്യാസം 6 എടുക്കുക, 6 × 7 42 എന്ന് ഡയറക്റ്റ്ലി നമുക്ക് ഉത്തരം എഴുതി പോവാം. ആ രീതിയിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നോ അങ്ങനെയുള്ള കാൽക്കുലേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ഓപ്ഷനിലേക്ക് നോക്കാം. അടുത്തത് 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:3 അവയുടെ ഉസാഖ 8 ആണെങ്കിൽ സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആശയത്തിൽ തന്നെ ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് നേരെ സംഖ്യകളിലേക്ക് വരാം, റേഷ്യോയും ഉസാഖയും ഉപയോഗിച്ച് അല്ലേ. അപ്പോൾ അംശബന്ധം 4:3, ഉസാഖ 8. നമുക്ക് ഈ തന്നിരിക്കുന്ന 4ഉം 3ഉം കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്താൽ സംഖ്യകൾ മനസ്സിലാക്കാം. സംഖ്യകൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് ലസാഗു എത്രയാണെന്നും കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു മാർഗം. അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് ഒരു പക്ഷേ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഒരു മാർഗം കൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ 4:3 4 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 ലഭിക്കും. അതേപോലെ 3 × 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 ലഭിക്കും. അപ്പോൾ 32ഉം 24ഉമാണ് ഈ സംഖ്യകൾ എന്നുള്ളത് മനസ്സിലാക്കി. ഇനി അതിൻ്റെ ലസാഗു കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളതിനെ ഘടകങ്ങളാക്കുക. 8 കൊണ്ട് ഹരിക്കുമ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 8 കൊണ്ട് ഹരിച്ചത്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് യഥാക്രമം ഈ തന്നിരിക്കുന്ന റേഷ്യോയിലെ 4ഉം 3ഉം തന്നെ ലഭിക്കുന്നു. അപ്പോൾ 8 × 4 × 3 8 × 4 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 96 കിട്ടുന്നത്. ആ 96 നമുക്ക് ഈ സംഖ്യകളുടെ ലസാഗുവായി കണക്കാക്കാവുന്നത്. ഇപ്പോൾ നിങ്ങൾ പലരും നിങ്ങളിത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ച് കാണും, ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ എന്ന്. അതായത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കാര്യങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്കൊന്നും ഈ 32ലേക്കും 24ലേക്കും പിന്നീട് അതിൻ്റെ ഫാക്ടറൈസേഷനിലേക്കും വരേണ്ട ആവശ്യമേ ഇവിടെയില്ല. നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഈ സംഖ്യകളെല്ലാം ലഭിക്കുന്നുണ്ട് അല്ലേ. അതായത് 4:3
4ഉം 3ഉം നമുക്ക് ചോദ്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസാഖയായ 8ഉം നമുക്ക് ചോദ്യത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ, അതായത് രണ്ട് സംഖ്യകളുടെ അംശബന്ധം നമുക്ക് A:B ആണ് തരുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് അവയുടെ HCFും നമുക്ക് തരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ LCM എത്രയായിരിക്കും? LCM എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. A×B×HCF ആയിരിക്കും. A×B×HCF ആയിരിക്കും അതിൻ്റെ LCM. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് റിലേറ്റീവ്ലി കുറച്ചുകൂടി സമയ ലാഭത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ചോദ്യത്തിലെ 4×3 12. ആ 12×8 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 96. ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. അടുത്തത് 5:8 അംശബന്ധത്തിലുള്ള രണ്ട് സംഖ്യകളുടെ ലസാഗു 480 ആണെങ്കിൽ അവയുടെ ഉസാഖ എത്ര? നമ്മൾ ഈ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതായത് നമുക്ക് അംശബന്ധം തരുന്നു, അംശബന്ധം തന്നു. ഇപ്പം A:B ആണ് അംശബന്ധമെന്ന് തരുന്നു. എന്നിട്ട് നമുക്ക് HCFും കൂടെ തരികയാണെങ്കിൽ LCM കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. A×B×HCF = LCM എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്കിവിടെ ഉസാഖ എത്ര, HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി റേഷ്യോയിലെ രണ്ട് സംഖ്യകൾ നമുക്കുണ്ട്, അതുപോലെ തന്നെ LCMും നമുക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ എയും ബിയും ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ 5ഉം 8ഉമാണ് കൊടുത്തിരിക്കുന്നത്. 5×8. പിന്നെ 5×8 കൊടുത്തിട്ടുണ്ട് = LCM. LCM ഇവിടെ 480 ആണ്. 480. അപ്പോൾ ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. 8, 48 എന്നിവ തമ്മിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം 6 8 48. അപ്പോൾ 60 എന്ന സംഖ്യയാണ് അവിടെ ബാലൻസ് ആവുക. ഇപ്പുറത്തെ 8 ക്യാൻസലായിപ്പോയി. ഇനി 5, 60 എന്നിവ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 12 5 60. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. HCF = 12. അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. 12 ഈ ചോദ്യത്തിലെ ഉസാഖ. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് തന്നെ 3 സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. 3:4:5 അംശബന്ധത്തിലുള്ള സംഖ്യകളുടെ ലസാഗു 2400 ആണെങ്കിൽ അവയുടെ ഉസാഖ എത്ര? 3 സംഖ്യകളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് മെത്തേഡിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിച്ച് പോവാം. അതായത് 3 സംഖ്യകൾ നമുക്ക് 3:4:5 അംശബന്ധത്തിലാണ്. അവയുടെ ഉസാഖ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി LCM ലസാഗു 2400 ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? അംശബന്ധത്തിൽ ഉൾപ്പെടുന്ന സംഖ്യകളുടെ ഗുണനഫലം ×HCF = LCM എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അതേ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാം. അപ്പോൾ അതിനകത്ത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമുള്ള സംഖ്യകൾ നോക്കാം. 3, 24 തമ്മിൽ ക്യാൻസലായാൽ 8 വരും. 2400 ആകുമ്പോൾ 800 അവശേഷിക്കുന്നു. ഇനി 4, 800 എന്നിവ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 200 കിട്ടുന്നത്. 4ഉം 800ഉം ക്യാൻസലായി 200 വന്നു. 5, 200. 5, 200 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാലൻസ് വരുന്നത് 40 ആയിരിക്കും. അപ്പോൾ HCF = 40 എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് വരാം. 3 സംഖ്യകൾ 5:6:8 അംശബന്ധത്തിലാണ്. സംഖ്യകളുടെ ഉസാഖ 4 ആണെങ്കിൽ ലസാഗു എത്ര? 3 സംഖ്യകൾ ഉൾപ്പെടുന്നു. ഉസാഖ തന്നിട്ടുണ്ട്. ലസാഗു കണ്ടുപിടിക്കണം. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ആ ഉസാഖയിൽ ലസാഗു നേരെ തിരിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ചോദ്യത്തിൽ ലസാഗു തന്നിട്ട് ഉസാഖ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ ഉസാഖ തന്നിട്ട് ലസാഗു കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. 5×6×8 ഉസാഖയായ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടണം. അപ്പോൾ ആ ഒരു ഗുണനഫലമാണ് നമുക്കിവിടെ ഉത്തരമായി വരുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 4 സംഖ്യകളുടെയും ഗുണനഫലം എടുത്താൽ നമ്മുടെ ഉത്തരമായി. അപ്പോൾ 5×6×8×4 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 960. 960 ആ സംഖ്യയായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചത് അംശബന്ധവുമായി കണക്റ്റഡായി കിടക്കുന്ന ചില LCM HCF ചോദ്യങ്ങളാണ്. അല്ലെങ്കിൽ 2 അതിലധികമോ സംഖ്യകളുടെ അംശബന്ധം
LCM, HCF എന്നിവയെ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ ഈസി ആയിട്ടുള്ള റിലേഷനാണ്. ഇപ്പോൾ രണ്ട് സംഖ്യകളാണെങ്കിൽ, രണ്ട് സംഖ്യകൾ A:B അംശബന്ധത്തിലാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും A ഇൻറ്റു B ഇൻറ്റു HCF എന്ന് പറയുന്നത് LCM തുല്യമായിരിക്കും. A ഇൻറ്റു B ഇൻറ്റു HCF എടുത്താൽ നമുക്ക് LCM ആയിരിക്കും കിട്ടുക. അപ്പോൾ രണ്ടിലധികം സംഖ്യകൾ വന്നാലും, ഇപ്പോൾ രണ്ടിലധികം സംഖ്യകൾ വന്നാൽ അംശബന്ധത്തിൽ ഓരോ സംഖ്യകൾ കൂടിക്കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മെത്തേഡിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. രണ്ടിൽ കൂടുതൽ സംഖ്യകൾ വന്നാലും നമ്മുടെ മെത്തേഡ് സെയിം തന്നെ. ഇപ്പോൾ A:B:C എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? A, B, C എന്ന ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. LCM, HCF മേഖലയിൽ നിന്നുള്ള മറ്റ് ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. താങ്ക് യു.